ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടൊരു വീഡിയോ ഉണ്ട്. ബാലൻസ് ചെയ്തൊരു ഗ്ലാസ് വെക്കണ ഒരു ഫോട്ടോ. ജർമ്മൻ ബ്രാൻഡ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ട് ഈ വുഡ്ലാൻഡൊക്കെ ഫേമസ് ആയി നിൽക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം ഫേമസ് ആയ ഒരു ബ്രാൻഡാണല്ലോ. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു യൂലിസ് നെർഡ എന്ന് പറഞ്ഞ ഒരു യൂലിസ് നെർഡ എന്ന് പറഞ്ഞ എന്നൊക്കെ പറയുന്ന പ്രൊണൗൺസിയേഷനുള്ള ഒരു ബ്രാൻഡിന്റെ വാച്ചാണ്. ഈ വാച്ചൊക്കെ ഏകദേശം നമുക്കൊരു 7 years ഒക്കെ വെയിറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇതിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കണം, അവിടെ പോയി നമ്മൾ നമ്മുടെ വിഷ് ലിസ്റ്റ് കൊടുക്കണം. ഏകദേശം എത്ര? അതിന് 18 lakhs മുതൽ അങ്ങനെയാണ് പ്രൈസിംഗ് എന്ന് തോന്നുന്നു. ബസ്സിൽ ഒരു ബ്രൗൺ ടോൺഡ് ആയിട്ടുള്ള വാച്ചാണ്. അതുപോലെ തന്നെ റോസ് ഗോൾഡ് ആണ് ആ വാച്ച് മുഴുവൻ. മലയാള ഇൻഡസ്ട്രി തന്നെ ലാലേന്റെ കയ്യിലൊക്കെ മാത്രമുള്ള വാച്ച്. വേറെ അത് ഭയങ്കര കിട്ടാൻ പാടാത്. എനിക്ക് കുറച്ചും കൂടി അടുപ്പുള്ള ടോവിനുമായിട്ടാണ്. ടോവിനോ ഒരുപാട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ടോവിയുടെ സ്റ്റൈലിസ്റ്റ് ആയിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എല്ലാം ഭീകര വാച്ചുകൾ, എല്ലാം കസ്റ്റമൈസ്ഡ് വാച്ചുകളാണ്. അതിന്റെ ഒരു ഓർത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, എല്ലാ വാച്ചിനും ഏകദേശം ഈ പറയുന്ന മാർക്കറ്റ് പ്രൈസ് ഒരു 6 crore അബോവ് ആയിട്ടുള്ള വാച്ചസാണ്. സമീർക്കായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ലാലേന്റെ റൂമിൽ പോയി വാച്ച് എടുത്ത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത്. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരുപാട് വാച്ചസ് ഉണ്ട്. ലാലേന്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ചെറിയ വാച്ചുകളും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു വാച്ച് ഗിഫ്റ്റ് ചെയ്താൽ പോലും അദ്ദേഹത്തിന് അത് ധരിക്കുന്നതിൽ യാതൊരു പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ആക്ച്വലി ഒരു വാച്ച് ലവറിനേക്കാൾ ഉപരിയായിട്ട് കുറച്ച് വാച്ചസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ ലവർ ദുൽഖറാണ്. എന്നാലും ഒരുപാട് വാച്ചസ് ഉണ്ട്. ഇങ്ങനെ വെൽക്കം ആൾ. അതെ, നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോവാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി ഡെയിലി എനിക്കൊന്ന് ഓരോ വീഡിയോ എങ്കിലും നമുക്ക് കാണാൻ പറ്റും എപ്പിച്ചേട്ടൻ്റെ പേജിൽ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോൾ എനിക്ക് കുറേ പേരുടെ ഡൗട്ടാണ് കേട്ടോ, എന്തിനാണ് ഒരാൾക്ക് 2 വാച്ച്? അത് വാച്ചാണോ ബ്രാൻഡാണോ എന്താണ്? കയ്യിൽ 2 വാച്ചുള്ളത് ഒരുപാട് കമന്റ്സ് വരുമല്ലോ, ശരിക്കും എന്താണ്? ഇതെനിക്ക് സ്ഥിരം വരുന്ന കമന്റ് ആണ്. ഇത് ശരിക്കും ഇതൊരു എൻ്റെ വലത് കയ്യിലുള്ളത് ഒരു ഫിറ്റ്നസ് ബാൻഡാണ്. ഇത് നമ്മൾ നോർമലി ഈ ഫിറ്റ്നസ് ബാൻഡ്, സ്മാർട്ട് വാച്ച് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ ആക്യുറസി ഒരു പ്രോബ്ലമാണ്. നമുക്കതൊരു 80% ആക്യുറസി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത വൂപ്പ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഒരു ബാൻഡാണ്. ഇത് ഫിറ്റ്നസ് ബാൻഡാണ്. ഇപ്പൊ നിങ്ങൾക്ക് സെലിബ്രിറ്റീസിന്റെ കയ്യിലൊക്കെ ഇത് കാണാൻ പറ്റും. ഫസ്റ്റ് ഇത് നോട്ടീസ് ചെയ്യപ്പെട്ട് ക്രിസ്ത്യാനോന്റെ കയ്യിലൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേറെ ഡിസ്പ്ലേ ഒന്നുമില്ല. സ്മാർട്ട് വാച്ച് പോലെ അല്ലെങ്കിൽ ബാൻഡ് പോലെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ബാൻഡ് മാത്രമാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഫോണിലാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു, ഇപ്പോൾ സ്മാർട്ട് വാച്ചിലാണെങ്കിലും ബാൻഡിലൊക്കെ ആണെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ അറിയുന്നത്. പക്ഷെ ഇതിൽ ഇൻസ്റ്റന്റ് ആയിരിക്കില്ല. 1 week 2 weeksന്റെ ഒക്കെ കാൽക്കുലേഷൻസ് ആണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്യുറസി കൂടുതലായിരിക്കും. ഈവൻ ഞാൻ കിട്ടുന്നത് ഒരു ഹെൽത്ത് കോൺഷ്യസ്നേക്കാൾ ഉപരിയായിട്ട് സ്ലീപ്പിംഗ് ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പല ആളുകൾക്കും പല ആവശ്യങ്ങളാണ്. ഇത് സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ ഇതിപ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ്. 12 months 24 months ഒക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടൊരു വീഡിയോ ഉണ്ട്. ബാലൻസ് ചെയ്തൊരു ഗ്ലാസ് വെക്കണ ഒരു ഫോട്ടോ. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വീഡിയോസ് വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ആ ബാലൻസ് ചെയ്ത ഗ്ലാസ്സിന് നോക്കിയപ്പോൾ എനിക്കൊന്ന് എഫിൻ ചേട്ടൻ മാത്രം ബാലൻസ് ചെയ്ത കാലിലെ സാൻഡൽസ് ആണ് നോക്കിയത്. എനിക്കൊന്ന് ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ നോക്കുന്നതിനെക്കാട്ടും എനിക്ക് എഫിൻ ചേട്ടൻ നോക്കുന്നതും അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നതും വേറെ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അതായത് വീഡിയോ കോണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ടാണോ അതോ പണ്ട് മുതൽക്കേ ഇതൊക്കെയാണോ ക്യൂരിയസ് ആയിട്ട് നോക്കുക? ഇപ്പൊ നമ്മള് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ശ്രദ്ധ അതിലേക്കാണ് പോകുന്നത്. പണ്ടത്തെ സംഭവം ഇതുപോലെ തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോണ്ടന്റിലേക്ക് വന്ന് എത്തിയത്. പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഇങ്ങനെ നമ്മുടെ മൈൻഡിലുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ചിന്തകളിലൂടെ എല്ലാ കാര്യങ്ങളും നോക്കി കാണുന്നത്. മമ്മൂക്കയുടെ ആ സാൻഡൽസ് വെച്ച് നമുക്ക് തുടങ്ങാം. സാൻഡൽസ് ഇല്ല, അത് ബിർക്കിൻ സ്റ്റോക്കിന്റെ ജർമ്മൻ ബ്രാൻഡ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ട് ഈ വുഡ്ലാൻഡൊക്കെ ഫേമസ് ആയി നിൽക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം ഫേമസ് ആയ ഒരു ബ്രാൻഡാണല്ലോ. അതിൽ ഈ പറയുന്ന പോലെ ഫുഡ് ഹീൽസിൻ്റെ എല്ലാം ഫുഡ് ഹീൽസിൻ്റെ ഒക്കെ കറക്റ്റ് പൊസിഷനൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കറക്റ്റായിട്ട് മോൾഡിങ്, ഡീപ്പ് മോൾഡിങ് എന്ന് അതിനെ പറയുന്നത്. ആ ഒരു മോൾഡിങ് ഉള്ളൊരു സാൻഡൽസ് ആണ്. ഒരുപാട് ബ്രാൻഡ്സിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നൊരു സാൻഡൽസ് ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പം ഇപ്പോഴും ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എഫിൻ ചേട്ടൻ്റെ വീഡിയോ കാണുമ്പോഴാണ് നമ്മളിപ്പോൾ കാറ്, ബൈക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നോക്കുന്ന ആൾക്കാർ ഇപ്പം വാച്ചസ് നമ്മളിപ്പോൾ ആൾക്കാരുടെ കയ്യിൽ കെട്ടുമ്പോൾ നോക്കും ഇത് ഏത് വാച്ചാണ്, അപ്പോൾ എഫിൻ ചേട്ടൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മളിപ്പോഴും സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്.
പക്ഷെ ഒരു ടീം ഓഫ് ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്തിനാണ് വാച്ചസിന് ഇത്രയധികം പണം സ്പെൻഡ് ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണ്, അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പഴയൊരു സമയത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഒരുപാട് മാറി. അതായത് പണ്ട് ആളുകൾ ഇതൊരു വേസ്റ്റ് ഓഫ് മണി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊരു ഷോ ഓഫ് എന്നുള്ള കാറ്റഗറിയിലായിരുന്നു അന്ന് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊരു പല ആളുകളും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വാച്ചസ് മാത്രം കളക്ട് ചെയ്യുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ കാറിനേക്കാളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിനേക്കാളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഉള്ള വാച്ചുകളുണ്ട്. അപ്പം അത്തരം വാച്ചുകളിലൊക്കെ നമ്മൾ ധരിക്കുകയാണെങ്കിൽ അതൊരു നമുക്ക് പിന്നീട് നമ്മൾ മുടക്കിയതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടും. അപ്പൊ അത് ആ രീതിയിലേക്ക് ഇപ്പം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഇഷ്ടമുണ്ട് പക്ഷെ വാച്ചുകൾ ധരിക്കണം, പക്ഷെ അത് നമുക്ക് അഫോർഡബിൾ അല്ലാത്ത പ്രൈസും കൂടി ആകുമ്പോൾ എപ്പോഴും ഫേക്ക് വാച്ചുകൾ ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ കോമൺ ആയി. പക്ഷെ എങ്ങനെ നമ്മൾ ഒറിജിനൽ ഫേക്ക് ആയിട്ട് നമുക്ക് എങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഫേക്കിന്റെ പിന്നാലെ പോകുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് ആളുകൾ. കാരണം വെച്ചാൽ അത് ഇപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഈ റോളക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അവർക്ക് അവരുടെ ഒരു കുറെ കളിപ്പേരിലാൽ വിളിക്കപ്പെടുന്ന കുറച്ച് വാച്ചുകളുണ്ട്. കമ്പനിയാൽ ഇറക്കപ്പെടുന്ന പേരുകളല്ല, നിക് നെയിംസ് അല്ല, അത് ആളുകൾ വിളിക്കപ്പെടുന്നതാണ്. അതിൽ ചില വാച്ചുകളാണ് പെപ്സി എന്ന് പറഞ്ഞൊരു വാച്ചുണ്ട്. അപ്പോൾ നമ്മൾ വാച്ചിന്റെ ബസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പെപ്സി ടോൺ കാണാൻ കഴിയും. സ്പ്രിന്റ്, ബാറ്റ്മാൻ, അതുപോലെ തന്നെ സ്റ്റാർബക്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് വാച്ചസ് ഉണ്ട്. ഈ വാച്ചുകളൊക്കെ നമുക്ക് ഒരിക്കലും ഒരു 4-5 വർഷം ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ പോലും കിട്ടാത്ത വാച്ചസ് ആണ്. അപ്പോൾ അത്തരം വാച്ചസിന്റെ കോപ്പി നമ്മൾ ഒരു കടയിൽ പോയി മേടിക്കുമ്പോൾ അത് കാണുന്ന ആളുകൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ വാച്ചിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ആളുകൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ വാച്ച് മേടിക്കാൻ പറ്റൂല. അതായത് 4 വർഷം 5 വർഷം വെയിറ്റ് ചെയ്തിരുന്നാൽ പോലും അത് നമ്മൾക്ക് കിട്ടൂല. പിന്നെ നമ്മൾ മാർക്കറ്റ് പ്രൈസ് കൊടുക്കണം. ഒരു 11 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന ഒരു വാച്ചിന് നമ്മൾ ഒരു 18-19 ലക്ഷം രൂപ കൊടുത്തൊക്കെ മേടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുടെ ഒരു വാച്ച് നമ്മളൊരു കോപ്പി മേടിച്ച് ധരിക്കുമ്പോൾ അത് ഇൻസ്റ്റന്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം വാച്ചുകളൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ അതിന്റെ മൂവ്മെന്റ് ചെക്ക് ചെയ്യുക, വെയിറ്റ് ചെക്ക് ചെയ്യുക, ഇത്തരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വാച്ചിനെ കുറിച്ച് അറിയുന്ന ആളുകൾ കോപ്പി അധികം ധരിക്കില്ല. ഇപ്പൊ കുറെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു വാച്ച് ഇവിടെ വരുന്നു, ടാക്സ് വെട്ടിക്കാനായിട്ട് മറ്റു കൺട്രിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ടാക്സ് ഇല്ല. അപ്പം അങ്ങനെ അവിടെ പോയിട്ട് റീസെയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളില്ല. അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആളുകള് അല്ല, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാം. പക്ഷെ നമ്മളിപ്പോൾ ഒരു ലക്ഷറി വാച്ച് ധരിച്ച് എയർപോർട്ടിൽ പോയോ ഓഫ് കോഴ്സ് അവിടെ ചെക്കിങ് ഉണ്ടാവും. അവർ ഉറപ്പായിട്ടും അത് ചെക്ക് ചെയ്യും. അവർ അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. അങ്ങനെ ഒരുപാട് പേരെ പിടിച്ചിട്ടുണ്ട്. ഈവൻ സെലിബ്രിറ്റീസിനെ വരെ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെ ഈ ഇത്തരം മൂവ്മെന്റ്സിന്റെയും വാച്ചസിന്റെയും ഒക്കെ ഒതന്റിക്കേഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ഈവൻ ആമസോണിലും ഈ പറയുന്ന പോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പൊ നമ്മൾ ഫേക്ക് പ്രോഡക്ട്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടാൽ പോലും അങ്ങനെ അത് കണ്ടുപിടിക്കുന്ന ഒരു ടീമാണ്. അപ്പൊ പുള്ളിയാണ് ഈ പറയുന്ന പോലെ എയർപോർട്ടിൽ പല കാര്യങ്ങൾക്കും ഈ ഒതന്റിക്കേഷന് വേണ്ടി പോകുന്നത്. ഈവൻ ഇപ്പൊ ഹാർദിക് പാണ്ഡ്യക്ക് അവരുടെ വാച്ചസ് നമ്മൾ ചെക്കിങ്ങിന് പോയിട്ടുണ്ട്. ഷാരൂഖ് ഖാന്റെ വാച്ചസ് പിടിച്ചിട്ടുണ്ട്. അത് ഓഫ് കോഴ്സ് അവിടെ ചെക്കിങ് ഉണ്ട്. പിന്നെ ആളുകൾ അത് ഗോൾഡ് കടത്തുന്ന പോലെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ അത് ഒരിക്കലും അവിടെ ചെക്കിങ് ഉറപ്പായിട്ടുണ്ട്. അത് എന്തായാലും അത് പിടിക്കപ്പെടും. നമ്മൾ പക്ഷെ അറിഞ്ഞു വെച്ച് ഇപ്പോഴാണ് അതൊരു ക്ലാരിറ്റി വരുന്നത്. എപ്പോഴും പറയാറുള്ളത് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും വാച്ചസ് എന്ന് പറയാറുണ്ട്. അല്ല, ഇപ്പോ നമ്മുടെ എയർപോർട്ടിൽ തന്നെ അവിടെ ഇത്തരം വാച്ചുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ആള് വരുന്നത്. എന്തിന് അത് ചെക്ക് ചെയ്ത് അത് കറക്റ്റ് സാധനമാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ വരുത്തുന്നുണ്ട്. അതിന് സമയമെടുത്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അത് ഒരു തെറ്റിദ്ധാരണയാണ്, ബാംഗ്ലൂർ എയർപോർട്ടിൽ പിടിക്കപ്പെടില്ല എന്നുള്ളത്. ശരിക്കും ഈ വാച്ചിന്റെ ഏത് പാർട്ടാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് വരിക? എൻട്രി ലെവൽ വാച്ചസ് ഉണ്ട്. എൻട്രി ലെവൽ വാച്ചസിൽ ചില വാച്ചസുകളുടെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേണിൽ ആ വാച്ചുകളുടെ ഓവറോൾ ആയിരിക്കാം. ഇനിയിപ്പോൾ ഒരു റോളക്സിന്റെ ജ്വല്ലറി വാച്ച് എന്ന് വിചാരിക്കും. അപ്പോൾ റോളക്സിന്റെ ഒരു ബ്രാൻഡിന്റെ ലെഗസി അതിലുണ്ടാവും, പ്ലസ് ജ്വല്ലറി ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചിൽ ഡയമണ്ട്സ് ഉണ്ടാവും, ഈ പറയുന്ന പോലെ പേൾ ഡയലുകൾ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ആ പേൾ ഡയലിനായിരിക്കും ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്ഥലമൊക്കെ മേടിച്ചിരുന്ന പോലെ തന്നെ വാച്ചുകൾ മേടിക്കുന്നുണ്ട്. അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വാച്ച് ബ്രാൻഡ്സ് ഉണ്ട്. പാത്തക് ഫിലിപ്പ്, ഹിഷാമിൽ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ്സ്. അപ്പോൾ അത്തരം ബ്രാൻഡ്സിന്റെ ഒക്കെ ഈ പറഞ്ഞ പോലെ ജ്വല്ലറി ഒന്നായിരിക്കില്ല മെയിൻ ഫോക്കസ്. അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റാനിയം പോലുള്ള മെറ്റീരിയൽസ്. അതെന്ന് വെച്ചാൽ അതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കുമ്പോൾ ഒരു ബോക്സ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും കൈ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചിന്റെ കേസിനായിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റ്. ബ്രേസ്ലെറ്റിനായിരിക്കുമല്ലോ വെയിറ്റ് കുറവ്. പക്ഷെ ഈ ബ്രാൻഡിൽ കേസിനേക്കാളും വെയിറ്റ് കൂടുതൽ ഇതിന്റെ ബാൻഡിന്. കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ഷോക്ക് റെസിസ്റ്റന്റ് എന്നൊക്കെ പറയും അതിനെ. അതായത് നമ്മൾ ഈ
ബാഡ്മിന്റൺ കളിക്കുന്ന സമയത്ത് ആയിരിക്കും അവര് ഈ ബ്രാൻഡുകാർ അവരുടെ കൈ കൊട്ടി കൊടുത്തിട്ടായിരിക്കും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ നല്ല സ്പീഡിൽ വരുന്ന ആ ബോളിനെ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്ത് അടിക്കുമ്പോൾ സാധാരണ വാച്ചുകളിലുള്ള മൂവ്മെന്റ് ആണെങ്കിൽ പൊട്ടിപ്പോവും. ഇത് 6 ഗ്രാം മാത്രമുള്ള വാച്ച്, 6 ഗ്രാം ഉള്ള വാച്ച് ഇത്രയും സ്പീഡിൽ വരുന്നതിനെ റിയാക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് പൊട്ടിപ്പോവും. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന ഇത്തരം മെറ്റീരിയൽസിനാണ് ആ ഒരു ബ്രാൻഡിൽ ഇമ്പോർട്ടൻസ്. അങ്ങനെ ഓരോ വാച്ചിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പാർട്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഇത്രയും സെലിബ്രിറ്റീസിന്റെ ലക്ഷറി ക്ലാസ്സസ് അതുപോലെ തന്നെ വാച്ചസ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന എഫിൻ കയ്യില് എത്ര വെറൈറ്റി ഓഫ് വാച്ചസ് ഉണ്ടാവും? വാച്ചസ് ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഈ കമന്റിൽ എന്റെ വാച്ച് കളക്ഷൻ കാണിക്കാൻ പറഞ്ഞു. പക്ഷെ അത് ഞാൻ അതുകൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ചില ആളുടെ തെറ്റിദ്ധാരണ എൻ്റെ ഒരുപാട് ലക്ഷറി വാച്ചസ് ഉണ്ടെന്നുള്ളത്. അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ശരിക്കും വാച്ചിന് ഈ പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ ബൈ ചെയ്യുന്ന ഒരു രീതിയല്ല. എനിക്ക് കുറേ വാച്ചുകളിൽ അതിൽ കുറേ സ്റ്റോറീസ് ഉണ്ട്, സ്റ്റോറി ടെല്ലിങ് വാച്ചസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതായത് ആ വാച്ചുകൾക്ക് കുറച്ച് സ്റ്റോറി ഉണ്ടാവും. അതായത് ഈവൻ ഇപ്പോൾ ജി ഷോക്ക് എന്ന് പറഞ്ഞ ഒരു വാച്ച് ബ്രാൻഡ്, അതിനൊരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ചുമ്മാ എടുത്ത് കെട്ടുന്നതല്ല, അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. പഴയ കാലത്തെ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന HMT സീരീസിലുള്ള വാച്ചസ്, അതിൽ തന്നെ ഒരുപാട് ഡയൽസ് ഉണ്ട്, ഇപ്പൊ കിട്ടാത്ത ഡയൽസ് പോലുള്ള വാച്ചസ് ഉണ്ട്. പിന്നെ അതുപോലെ ബ്ലൈൻഡ് വാച്ചസ്, അതായത് കണ്ണ് കാണാൻ കഴിയാത്തവർക്ക് പല രീതിയിലുള്ള വാച്ചസ് ഉണ്ട്. അതായത് ഇപ്പൊ ബ്രെയിൻ ലാംഗ്വേജിലുള്ള വാച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ബോൾസ്, റൊട്ടേറ്റിംഗ് ബോൾസ് ഉള്ള വാച്ചസ് ഉണ്ട്. മാഗ്നറ്റിക് ടൈപ്സ് വാച്ചസ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വാച്ചുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. പല ആളുകളും പറയുന്ന പോലെ ഭയങ്കര ലക്ഷറി കളക്ഷൻ ഒന്നുമല്ല, പക്ഷെ ആ രീതിയിൽ അത് ഞാൻ പറഞ്ഞത് ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട് വാച്ചിന്റെ കാര്യത്തിൽ. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈവൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ലാലേട്ടനൊക്കെ ഗിഫ്റ്റ് ചെയ്ത നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ കയ്യിലൊക്കെ ഉള്ള ഓളം വാച്ച് ഉണ്ട് എൻ്റെ കയ്യിൽ. അതൊക്കെ ഓളം വാച്ചിൽ അതിൻ്റെ ഉള്ളിൽ മലയാള ലിപിയാണ്. പിന്നെ നമ്മൾ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കായലിന്റെ കളർ ഉണ്ടല്ലോ, ഡ്രോൺ വ്യൂ, ആ വ്യൂവിലാണ് അതിന്റെ ഡയൽ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതായത് അത് ആ വാച്ച് ടോട്ടലി സ്റ്റോറി ടെല്ലിംഗ് വാച്ചാണ്. ആ വാച്ച് കൺവേ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിന്റെ ബോട്ട് റേസ് ആണ്. അപ്പൊ ആ ബോട്ട് റേസിൽ അതിന്റെ തീമാണ് ആ വാച്ച് മുഴുവൻ. അതായത് ഈ ചുണ്ടൻ വെള്ളത്തിന്റെ ഒക്കെ അരികു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഷാർപ്പായിരിക്കും. അപ്പൊ അതേപോലെയാണ് അതിന്റെ ഉള്ളിലുള്ള മലയാള ലാംഗ്വേജ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ വെള്ളത്തിൽ ഈ വെള്ളം കളിയിൽ എല്ലാവരും കസവ് മുണ്ടെടുത്തിട്ടാണ് അത് ആ ഒരു ബോട്ട് റേസ് നടത്തുന്നത് തന്നെ. അപ്പൊ ആ ബോട്ട് റേസിൽ ആ ഒരു ഈ പറയുന്ന പോലെ കസവ് മുണ്ടിന്റെ ഒക്കെ ആ കളറിലാണ് അതിന്റെ ഉള്ളിലുള്ള അവർ മാർക്കിങ്സ് വരുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏകദേശം 400 പീസസ് അങ്ങനെ ലോഞ്ച് ചെയ്ത്. അതെ അതെ, അത് ഏകദേശം ഒരു 2 lakhs പ്രൈസിങ് വരും. എനിക്ക് 2 lakhs പ്രൈസിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ആ ഒരു മോഡല് ബ്ലാക്ക് സെറാമിക് വേർഷൻ ഡിസ്കണ്ടിന്യൂഡ് ആണ്. അപ്പൊ ആ ഒരു മോഡലിൽ കസ്റ്റമൈസ് ചെയ്ത് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഈവൻ ഒരു വാച്ച് വരെ മേടിച്ചു തന്നാൽ തന്നെ വളരെ സന്തോഷമായിരുന്നു. അല്ലെങ്കിൽ തന്നില്ലെങ്കിലും ഇപ്പോൾ പുള്ളിനെ കാണാൻ പറ്റിയില്ല എന്റെ സന്തോഷമായിരുന്നു. പക്ഷെ അത് പുള്ളി ആ ഒരു മോഡൽ ഡിസ്കണ്ടിന്യൂഡ് മോഡൽ മേടിച്ചു തരാം, അതിലേക്ക് പ്രത്യേകിച്ച് കസ്റ്റമൈസ് ചെയ്യുക, ഭയങ്കര സന്തോഷമായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് വാച്ചസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെതായ രീതിയിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് വാച്ചസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൺവേ ചെയ്യാന്നുള്ളത് ഒരു ആഗ്രഹമുള്ള ഒരു സംഗതി ആയതുകൊണ്ട് ഞാൻ ആ ലൂസിഫർ തീമിൽ ആ വാച്ച് പ്രിപ്പയർ ചെയ്ത. ലൂസിഫർ ബ്രാൻഡിങ്ങിൽ ആ ഒരു ക്യാരക്ടർ നെയിം അതിലുണ്ടാവും, റിയൽ നെയിം അതിലുണ്ടാവും. പിന്നെ അത് അവർക്ക് ഇഷ്ടപ്പെട്ട കളർ പാറ്റേണിലുള്ള സ്ട്രാപ്പ്. പിന്നെ ലൂസിഫർ ആ ഒരു തീം ഡാർക്ക് മോഡാണല്ലോ, അപ്പോൾ ഡാർക്ക് മോഡിലുള്ള ഒരു ഡയല് അങ്ങനെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള വാച്ചസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 2K പ്രൈസ്, ഒരു 5K 10K എന്നൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള വാച്ചസ് ഏതൊക്കെയാണ്? നമുക്ക് ഈ പറയുന്ന പോലെ ആഗോള നിലവാരത്തിൽ കിട്ടപ്പിടിക്കുന്ന ബ്രാൻഡ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വളരെ ചുരുങ്ങിയ പ്രൈസിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കാസിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഉള്ള വാച്ചസിൻ്റെ അത്രയും സ്പെസിഫിക്കേഷനൊക്കെ നമ്മൾ വലിയ ലക്ഷറി ബ്രാൻഡ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനൊക്കെ 10 വർഷം 12 വർഷമൊക്കെ വെയിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് വാച്ചസ് ഉണ്ട് കാസിയോയിൽ. പിന്നെ കാസിയോയിലുള്ള ഒരു വാച്ചാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു വാച്ച്, F91 എന്ന് പറഞ്ഞൊരു വാച്ച്. അങ്ങനെ ഒരുപാട് സീരീസ് ഉണ്ട്. ഇപ്പോൾ ഈവൻ
നമ്മുടെ ടൈറ്റാൻ്റെ വാച്ചസിൽ എഡ്ജ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും തോന്നൂല, പക്ഷെ അത് ഒരു ഡ്രസ് വാച്ച് പോലെ അല്ലെങ്കിൽ നമ്മൾ ഒരു അട്ടയറിനൊപ്പം ധരിക്കുമ്പോൾ ഭയങ്കര സ്ലീക്ക് ആൻഡ് സ്ലിം ആണ്. കയ്യിൽ ആ വാച്ച് ഉണ്ടോ എന്ന് പോലും അറിയില്ല, കയ്യിൽ കിടക്കാന്നുള്ള കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഒരുപാട് സീരീസ് ഉണ്ട്. ഞാൻ കുറച്ച് സെലിബ്രിറ്റീസിന്റെ കയ്യിലുള്ള കുറച്ച് വാച്ചസ് കാണിക്കാം, എനിക്ക് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, ഫസ്റ്റ് വൺ ഇത് എനിക്ക് തോന്നുന്നു യൂലിസ് നെർഡ എന്ന് പറഞ്ഞ ഒരു യൂലിസ് നെർഡ എന്ന് എന്നൊക്കെ പറയുന്ന പ്രൊണൗൺസിയേഷനിലുള്ള ഒരു ബ്രാൻഡിന്റെ വാച്ചാണ്. അത് ടോട്ടലി ഒരു സ്കെൽറ്റൻ വാച്ചാണ്. മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് അതിന് വരുന്നത്. ഏകദേശം ഈ പറയുന്ന പോലെ ഒരു 18 above lakhs വരുന്ന ഒരു വാച്ചാണ്. പല വേരിയൻസ് ഉണ്ട്, അതനുസരിച്ച് അതിന്റെ വിലകൾ മാറിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ബിഗിനിങ് എന്റെ വീഡിയോസിലൊക്കെ ആദ്യം ചെയ്തൊരു ഇല്ലില്ല, ഇത് വളരെ വെയിറ്റ് ചെയ്ത് കിട്ടേണ്ട വാച്ചുകളാണ് ഇത്തരം വാച്ചുകളൊക്കെ. അത് വലിയൊരു ലക്ഷറി ബ്രാൻഡാണ് അത്. അതെ അതെ, ഈ വാച്ചൊക്കെ ഏകദേശം നമുക്ക് 7 years ഒക്കെ വെയിറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇതിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കണം, അവിടെ പോയി നമ്മൾ നമ്മുടെ വിഷ് ലിസ്റ്റ് കൊടുക്കണം. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമ്മളെടുത്ത് ഒരു കറക്റ്റ് ടൈം പറയും. ഒരിക്കലും ആ കറക്റ്റ് ടൈമിൽ നമുക്ക് വാച്ച് കിട്ടില്ല. അപ്പൊ പിന്നെ അതിനു മുമ്പ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി പ്രൈസ് കയറ്റി കൊടുക്കണം. ആ രീതിയിലൊക്കെ സ്വന്തമാക്കുന്ന വാച്ചുകളാണ്. ശരിക്കും ഇത്തരം വാച്ചുകൾക്കൊക്കെ ഇത്രയും എമൗണ്ട് അവർ മുടക്കുന്നത് അതിനുള്ള ഇഷ്ടം കൊണ്ടാണ്. പിന്നെ അതിന്റെ പുറമെ അതിനൊരു യുണീക്നെസ് ഉണ്ട്. ഇതൊന്നും അധികം പേരുടെ കയ്യിൽ ഇല്ലാത്ത വാച്ചുകളാണ്. ഓക്കെ, ഇതേപോലെ എന്തെങ്കിലും സെലിബ്രിറ്റീസിന്റെ കയ്യിൽ കണ്ട വാച്ച് വൺ ഡേ എനിക്ക് പർച്ചേസ് ചെയ്യണം, വാർഡ്രോബിൽ വെക്കണം, അങ്ങനെ ആഗ്രഹിച്ച ഒരു വാച്ച് ഉണ്ടാവും? ഇല്ല, നമുക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇതിന് ഒരു ഞാൻ എന്നുള്ള ഒരാൾ മാത്രം തീരുമാനിച്ച് ഇത്തരം വാച്ചുകളൊന്നും കിട്ടൂല. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ പെപ്സി എന്ന് പറഞ്ഞൊരു വാച്ച്, ആ വാച്ച് തന്നെ നമ്മൾ ഇത്തരം ബ്രാൻഡ്സിന്റെ ഒരു തിങ്കിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഇപ്പോൾ അവർ സെലിബ്രിറ്റീസ് ആയിട്ട് കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരു ഫിലിം സ്റ്റാർസിനെയോ അങ്ങനെയുള്ള ആളിലൊന്നും അല്ല ഒരു സെലിബ്രിറ്റി കാറ്റഗറിയിൽ അവർ അവിടെ നോട്ട് ചെയ്യപ്പെടുന്നത്. അവരൊരു സ്പോർട്സ് സെലിബ്രിറ്റീസ് അങ്ങനെയുള്ള ആളുകളാണ്. ഇത് വേൾഡ് വൈഡ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള ആളാണ്. അപ്പൊ അത്തരം ആളുകളുടെ കണ്ടീഷനാണ് അവർ ഈ പറയുന്നത്, എന്ത് 7 years 10 years. അപ്പൊ നമ്മള് പോലുള്ള ആളുകൾ അല്ലെങ്കിൽ നോർമൽ പീപ്പിൾസ് എന്നാലും ഇത്രയും ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് അതിന്റെ ഒരു ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് വാച്ചസ് വാങ്ങുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. നെക്സ്റ്റ് വൺ, ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ചാണെന്ന് തോന്നുന്നു. റീസെന്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ചീപ്പായിട്ടൊരു വാച്ചാണ്. ഏകദേശം 2000-3000 ആ ബഡ്ജറ്റിലുള്ള ഒരു വാച്ചാണ്. ഓൾറെഡി ഇപ്പൊ വീഡിയോസ് കണ്ട് ലാലേട്ടനൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മളെ റേഞ്ച് വേറെ ലാലയുടെ എല്ലാതരം വാച്ചുകൾ. കഴിഞ്ഞ ദിവസം ഒരു എയർപോർട്ട് പിക്കിൽ ഒരു 1000 rupees വാച്ചൊക്കെ കിട്ടിയിട്ടൊരു ഫോട്ടോ ഓക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെപ്സിയുടെ ഈ പറഞ്ഞ നിക് നെയിംസ് ഉള്ളത്. അതായത് കമ്പനി ഒരു വാച്ച് പുറത്തിറക്കുമ്പോൾ അതിനെ ആളുകൾ സ്വീകരിക്കുക, അതിന് ചില കളിപ്പേരുകൾ വിളിക്കുക. മീൻസ് കളിയായിക്കൊണ്ടല്ല, ഈസി ടു പെട്ടെന്ന് മനസ്സിലാക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഫേമസ് ആയ കുറച്ച് വാച്ചാണ്. ഇതിൽ ഈ ഒരു വാച്ച് റൂട്ട് ബീർ എന്ന് പറഞ്ഞൊരു വാച്ചാണ്. അതിന്റെ ബെസ്സിൽ ഒരു ബ്രൗൺ ടോൺഡ് ആയിട്ടുള്ള വാച്ചാണ്. അതുപോലെ തന്നെ റോസ് ഗോൾഡ് ആണ് ആ വാച്ച് മുഴുവൻ. ബ്രേസ്ലെറ്റ് അടക്കം റോസ് ഗോൾഡ് ആണ്. അപ്പോൾ ആ ഒരു വാച്ച് ഇതുപോലെ തന്നെ ഭയങ്കര വെയിറ്റിംഗ് പീരീഡിലുള്ള വാച്ചാണ്. അത് കിട്ടൂല. അത് ഏകദേശം അതെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ ലാലേന്റെ കയ്യിലൊക്കെ മാത്രമുള്ള വാച്ച്. വേറെ അത് ഭയങ്കര കിട്ടാൻ പാടാ. അതൊക്കെ ഒത്തിരി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആളുകൾ വേണ്ടാന്ന് പറയും. അപ്പൊ ഇത്രയും വാച്ചിനോട് ഇഷ്ടമുള്ള ആളുകൾ മാത്രമേ ഇത്തരം വാച്ചുകളൊക്കെ സ്വന്തമാക്കുള്ളൂ. ഇതൊരു ക്യാപ്പാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഗൂറിം ബ്രോസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ക്യാപ്പാണ്. അതായത് മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ക്യാപ്പ് ഫേമസ് ആയത് തന്നെ ഈ സെലിബ്രിറ്റീസ് ധരിച്ചുണ്ട്. അത് വേറെ ഒന്നുമില്ല, അതിലൊരു മെഷ് പാനലുണ്ട് ബാക്കിൽ. എയർ വെന്റിലേഷൻ ഈസിയാണ്. കാരണം ക്യാപ്പ് എപ്പോഴും വെക്കുമ്പോൾ മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ആ ബ്രാൻഡ് പുറത്തൊരുക്കുക വാച്ചാണ്. പിന്നെ ആ ഓരോ ക്യാപ്പുകളും അവർ ഈ പറയുന്ന പോലെ എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻ്റൊക്കെ ആയിട്ട് ഭയങ്കര അവരൊരു ലവേഴ്സ് ആയതുകൊണ്ട് അത്തരത്തിലുള്ള തീമിലും അനിമൽസിൻ്റെ ഒക്കെ തീമിലാണ് ക്യാപ്പ് പുറത്തിറക്കാം. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാപ്പ് ഏതാ ശരിക്കും? ഉറപ്പായിട്ടും അത്തരം ക്യാപ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ഡിസൈനറിന്റെ മേക്കിങ്ങിൽ ഉണ്ടാക്കുന്ന ക്യാപ്സ് ആയിരിക്കും. അത് കൂളായിട്ട് ഇത്ര പോലുള്ള ബേസ്ബോൾ ക്യാപ്സ് ആയിരിക്കില്ല വരുന്നത്. അത് ഈ ഹാറ്റ് ടൈപ്പ് ആയിട്ടുള്ള ക്യാപ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇത്തരം പ്രൈസിംഗിൽ വരുന്നത്. ഇത്തരം ക്യാപ്സിനൊന്നും അധികം റേറ്റുകളില്ല. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇത് ഒരുപാട് പേര് ക്യാപ്പ് ലവർ ആണെന്ന് തോന്നുന്നു. ഞാൻ സൗബിക്കോട് സംസാരിച്ചിട്ടുണ്ട്. ഭയങ്കര ഒത്തിരി കളക്ഷൻ ഉണ്ട് ക്യാപ്സിന്റെ. ഈ ബ്രാൻഡ് ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ട്. ന്യൂ ബോളി അങ്ങനെ കുറെ പേരുടെ കയ്യിൽ ഈ ഒരു ടൈപ്പ്
ക്യാപ്സ്. കഴിഞ്ഞ ദിവസം ബേസിലിന്റെ ആയിരുന്നു എനിക്ക് മെനമാസിന്റെ പ്രൊമോഷൻസ് ഏറ്റവും കൂടുതൽ ക്യാപ്സ് വെറൈറ്റി ആയിട്ട് എനിക്ക് ടൊബിന് പോലെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കളക്ഷൻസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ്. ക്യാപ് ലവേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഈ വാച്ച് ഷൂസിനേക്കാൾ കൂടുതൽ ലവേഴ്സ് ക്യാപ് ലവേഴ്സ് ആണെന്ന് തോന്നുന്നത് കേരളത്തില്. കാരണം ആദ്യമേ ആളുകൾ ഇത് കളക്ട് ചെയ്യുകയും ഇതിന്റെ വെറൈറ്റി ഈ ക്യാപ്പിലൊക്കെ ലവ് ലെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒക്കെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ക്യാപ്പ് പൊക്കി ഉള്ളിൽ നോക്കുമ്പോൾ അതിലൊരു നോട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് പല രീതിയിൽ അതായത് ആളുകൾ യൂസ് ചെയ്യാറുണ്ട്, കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിൽ. പണ്ടേ മുതലുള്ള ഒരു രീതിയാണ് അത്. നെക്സ്റ്റ് ടീഷർട്ടാ അത് ശരിക്കും കാസബ്ലാങ്ക എന്ന് പറഞ്ഞൊരു ഇതാണ്. അത് ശരിക്കും ആ ലോഗോ നമുക്ക് ഫീൽ ചെയ്യുമ്പോഴേ അതൊരു ലോഗോ എന്ന് വിചാരിക്കും ആ ബ്രാൻഡിന്റെ. ശരി ആക്ച്വലി അത് ആ വേഡിങ്സ് എഴുതി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ. കാസബ്ലാങ്ക എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് ആ ഒരു വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും. അതൊരു നോർമൽ ബ്രാൻഡാണ്, ഈ പറയുന്ന പോലെ എൻട്രി ലെവൽ ബിഗിനിങ് ബ്രാൻഡാണ്. ശരിക്കും ഇത്തരം ബ്രാൻഡ്സിലൊക്കെ അതായത് ഇത്തരം ബ്രാൻഡ്സ് ഒക്കെ ഫേമസ് ആവുന്നത് ഇറ്റാലിയൻ ഫാഷൻ, ലക്ഷറി ഡിസൈനർ വെയർ എന്നുള്ള രീതിയിലുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു